നമുക്ക് രാമായണ കഥ ഒന്ന് ചുരുക്കി കേട്ടാലോ? രാമൻ്റെ അയനമാണ് രാമായണം. അയനം എന്ന് പറഞ്ഞാൽ യാത്ര. പണ്ട് ഭൂമിദേവി രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരെ കൊന്ന് തൻ്റെ ഭൂഭാരം തീർത്തു തരണേ എന്ന് വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിഷ്ണു ഭഗവാൻ അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥനെയും പത്നി കൗസല്യാദേവിയുടെയും പുത്രനായി ശ്രീരാമൻ എന്ന പേരിൽ ഭൂമിയിൽ അവതരിച്ചു. ദശരഥന് കൗസല്യയെ കൂടാതെ കൈകേയി എന്നും സുമിത്ര എന്നും പേരുള്ള വേറെ 2 ഭാര്യമാരും ഉണ്ടായിരുന്നു. ഇതിൽ കൈകേയിൽ ഭരതനും സുമിത്രയിൽ ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു. അങ്ങനെ ആ പുത്രന്മാർ വളർന്നു വലുതായപ്പോൾ വിശ്വാമിത്ര മഹർഷിയിൽ നിന്ന് എല്ലാ അസ്ത്രവിദ്യകളും അഭ്യസിച്ചു. ഗുരുകുലവാസം കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്ന ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ യാഗം മുടക്കാൻ വരുന്ന രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടു പോയത്. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകുന്ന വഴിക്ക് ശ്രീരാമൻ താടക എന്ന രാക്ഷസിയെ കൊന്നു. അതിനുശേഷം വിശ്വാമിത്ര മഹർഷിയുടെ യാഗം മുടക്കുവാനെത്തിയ സുബാഹു തുടങ്ങിയ രാക്ഷസന്മാരെയും വധിച്ചു. പിന്നീട് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി ത്രയംബകം എന്ന വില്ലൊടിച്ച് സീതാദേവിയെ വിവാഹം ചെയ്തു. ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം ചെയ്തു. മാണ്ഡവിയും ശ്രുതകീർത്തിയും കുശധ്വജൻ്റെ പുത്രിമാരായിരുന്നു. വിവാഹശേഷം അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ വഴിമധ്യേ ശ്രീരാമനോട് യുദ്ധം പ്രഖ്യാപിച്ചു വന്ന പരശുരാമൻ്റെ അഹങ്കാരം തീർത്തുകൊടുത്തു. പിന്നെ അയോധ്യയിലെത്തി പത്നിയോടും മാതാപിതാക്കളോടും കൂടി സുഖമായി വസിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൈകേയിയുടെ സഹോദരനായ യുധാജിത്ത് ഭരതനെയും ശത്രുഘ്നെയും കേകയ രാജ്യത്തേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ദശരഥൻ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ നിശ്ചയിച്ചു. ദശരഥനിൽ നിന്നും നേരത്തെ 2 വരം സമ്പാദിച്ചിരുന്ന കൈകേയി രാമാഭിഷേകം നിശ്ചയിച്ച സമയത്ത് തനിക്കു തരാമെന്നേറ്റിരുന്ന വരം അദ്ദേഹത്തോട് യാചിച്ചു. അതിൽ ഒന്ന് തൻ്റെ മകൻ ഭരതനെ യുവരാജായി വാഴിക്കണമെന്നും രണ്ടാമത്തേത് ശ്രീരാമനെ 14 വർഷം വനവാസത്തിന് അയക്കണമെന്നുമായിരുന്നു. ശ്രീരാമൻ തൻ്റെ പിതാവിൻ്റെ വാക്കു സംരക്ഷിക്കുന്നതിനായി ഭാര്യ സീതയോടും അനുജൻ ലക്ഷ്മണനോടും കൂടി അയോധ്യയിലെ സുഖഭോഗങ്ങളെല്ലാം തൃണം പോലെ വലിച്ചെറിഞ്ഞ് വനവാസത്തിന് പുറപ്പെടുകയും ശൃംഗവേരപുരം എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു. മാർഗമധ്യത്തിൽ വെച്ച് രഥമുപേക്ഷിച്ച് പ്രയാഗത്തിലും ചിത്രകൂട പർവ്വതത്തിലും പോവുകയുണ്ടായി. തൻ്റെ പ്രാണനായ പ്രിയപുത്രൻ വനവാസത്തിന് പോയ സങ്കടത്തിൽ ദശരഥ മഹാരാജാവ് തൻ്റെ ശരീരം ഉപേക്ഷിച്ച് സ്വർഗം പൂകി. മാതൃഭവനത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഭരതൻ പിതാവിൻ്റെ സംസ്കാരാദികളായ സകല കർമ്മങ്ങളും പൂർത്തിയാക്കി. എന്നിട്ട് വനത്തിൽ പോയി ജ്യേഷ്ഠനായ ശ്രീരാമൻ്റെ അടുത്തു ചെന്ന് വനവാസം മതിയാക്കി അയോധ്യയിലേക്ക് തിരിച്ചു വന്ന് രാജ്യഭാരം സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചു. ശ്രീരാമൻ തൻ്റെ പിതാവിൻ്റെ വാക്കു പാലിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നതിനാൽ ഭരതൻ്റെ എല്ലാ അപേക്ഷകളും നിരസിക്കുകയും തൻ്റെ പ്രതിനിധിയായി സിംഹാസനത്തിൽ വയ്ക്കുന്നതിന് തൻ്റെ പാദുകങ്ങൾ കൊടുത്ത് അനുജനെ യാത്രയാക്കുകയും ചെയ്തു. ഭരതനും വനവാസം പോലുള്ള പൂർണ്ണവ്രതം പാലിച്ച് ജ്യേഷ്ഠൻ്റെ പ്രതിനിധിയായി രാജ്യഭരണം നടത്തി. ജ്യേഷ്ഠനെ കൂടാതെ ഭരതൻ അയോധ്യയിൽ പ്രവേശിച്ചില്ല. നന്ദിഗ്രാമത്തിൽ വസിച്ച് രാജ്യഭരണം നടത്തിയതേ ഉള്ളൂ. ശ്രീരാമൻ ചിത്രകൂടത്തിൽ നിന്ന് അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടെ സുധീഷ്ണൻ, അഗസ്ത്യൻ മുതലായ മുനിമാരെ പ്രണമിച്ച് ദണ്ഡകാരണ്യത്തിൽ ചെന്നു ചേർന്നു. ദണ്ഡകാരണ്യത്തിൽ വെച്ച് ശൂർപ്പണഖ എന്ന രാക്ഷസി അവരെ തിന്നുവാനായി പാഞ്ഞടുത്തു. അപ്പോൾ ലക്ഷ്മണൻ അവളുടെ മൂക്കും ചെവികളും മുലകളും അറുത്തുകളഞ്ഞ് അപമാനിച്ചോടിച്ചു. തനിക്ക് സംഭവിച്ച അപമാനത്തിനും വൈരൂപ്യത്തിനും അത്യധികം ദുഃഖിതയായിത്തീർന്ന ശൂർപ്പണഖ അവളുടെ സഹോദരന്മാരായ ഖരദൂഷണന്മാരോട് സങ്കടം പറയുകയും അവർ ത്രിശിരസാദികളായ 14,000 രാക്ഷസന്മാരുമൊത്ത് ശ്രീരാമനോട് യുദ്ധത്തിന് വരികയും ചെയ്തു. ശ്രീരാമൻ തൻ്റെ അമോഘങ്ങളായ ബാണങ്ങളാൽ അവരെയെല്ലാം യമപുരിക്ക് അയച്ചു. അതിനുശേഷം ശൂർപ്പണഖ ജഗജ്ജനനിയായ സീതയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ച് തനിക്ക് സംഭവിച്ച അപമാനവും രാവണനോട് പറഞ്ഞു.
ശൂർപ്പണഖയിൽ നിന്നും സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ചറിഞ്ഞ രാവണൻ സീതയെ കട്ടുകൊണ്ടുവരുവാൻ വേണ്ടി മാരീചൻ എന്ന രാക്ഷസനെ കനകമൃഗത്തിൻ്റെ രൂപത്തിൽ സീതയുടെ ആശ്രമത്തിലേക്ക് അയച്ചു. പിന്നാലെ രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ അവിടെ എത്തുകയും ചെയ്തു. സീത സ്വർണമാനിനെ കണ്ടപ്പോൾ അതിനെ ആഗ്രഹിക്കുകയും അതിനെ പിടിച്ചു കൊണ്ടുവരാൻ ശ്രീരാമനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ശ്രീരാമൻ മാരീചനെ പിന്തുടർന്ന് അമ്പെയ്ത് അയാളെ വധിച്ചു. മരിക്കുന്ന സമയത്ത് മാരീചൻ ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്നിങ്ങനെ വളരെ ദയനീയമായി നിലവിളിച്ചു. ഈ ശബ്ദം കേട്ട ജാനകി രാമന്റെ രക്ഷയ്ക്ക് വേണ്ടി ലക്ഷ്മണനെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അയച്ചു. ലക്ഷ്മണൻ വരുന്നത് കണ്ടപ്പോൾ ഇത് തീർച്ചയായും രാക്ഷസന്മാരുടെ മായയാണ്, സീത അപഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് രാമന് മനസ്സിലായി. ഈ അവസരത്തിൽ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോവുകയും വഴിക്ക് സീതയുടെ ദീനരോദനം കേട്ട ജടായു എന്ന പക്ഷി രാവണനോട് എതിർക്കുകയും രാവണൻ ജടായുവിനെ വെട്ടിവീഴ്ത്തി ജാനകിയെ ലങ്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സീത ഒന്നിനു വഴങ്ങുന്നില്ലെന്ന് കണ്ട് രാവണൻ സീതയെ അശോകവനത്തിലെ ഒരു മരച്ചുവട്ടിലിരുത്തി. ശ്രീരാമനും ലക്ഷ്മണനും ആശ്രമത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെ സീത ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത്യധികമായ ദുഃഖത്തിൽ വിവശനായി സീതയെ അന്വേഷിച്ച് വനത്തിലെങ്ങും അലഞ്ഞു നടന്നു. അങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ വഴിമധ്യേ മൃതപ്രായനായി കിടക്കുന്ന ജടായുവിനെ കാണാനിടയായി. ജടായു നടന്ന സംഭവങ്ങളെല്ലാം ശ്രീരാമനോട് പറയുകയും രാവണൻ സീതയെ തെക്കുദിക്കിലേക്കാണ് കൊണ്ടുപോയത് എന്നറിയിച്ച ശേഷം മരിക്കുകയും ചെയ്തു. ശ്രീരാമൻ ജടായുവിനെ അവിടെ സംസ്കരിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു. ഋഷ്യമുഖാചലത്തിലെത്തിയ ശ്രീരാമൻ സുഗ്രീവനുമായി മൈത്രിബന്ധം സ്ഥാപിച്ചു. ശ്രീരാമൻ 7 സാലങ്ങളെ ഒരമ്പുകൊണ്ട് ഭേദനം ചെയ്ത് തൻ്റെ ബാണങ്ങളുടെ ശക്തി സുഗ്രീവന് കാണിച്ചു കൊടുത്തു. രാമന്റെ സഹായത്തോടെ സുഗ്രീവൻ തൻ്റെ സഹോദരനായ ബാലിയെ വധിച്ചു. രാമൻ സുഗ്രീവനെ കിഷ്കിന്ധിയിലെ രാജാവായി വാഴിച്ചു. അതിനുശേഷം ശ്രീരാമൻ ഋഷ്യമുഖാചലത്തിൽ തന്നെ തങ്ങി. സുഗ്രീവൻ സീതാന്വേഷണത്തിനായി ബലവാന്മാരായ വാനരന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ഉത്തരദിക്കിലും പശ്ചിമദിക്കിലും പൂർവ്വദിക്കിലും പോയിരുന്ന വാനരന്മാർ യാതൊരു വിവരവും ലഭിക്കാതെ തിരിച്ചു വന്നു. ദക്ഷിണദിക്കിലേക്ക് പോയിരുന്ന വാനരന്മാർ വനങ്ങളിലും നദീപുളിനങ്ങളിലും പർവ്വതങ്ങളിലും സർവത്ര അന്വേഷിച്ചിട്ടും ഒരിടത്തും ജാനകിയെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിക്കായികയാൽ എല്ലാവരും മരിക്കുവാൻ നിശ്ചയിച്ചു. അപ്പോൾ സമ്പാതി എന്ന കഴുകനിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച വാനരശ്രേഷ്ഠനായ ഹനുമാൻ 100 യോജന വിസ്താരമുള്ള കടൽ ചാടിക്കടന്ന് ലങ്കയിലെത്തി. അവിടെ അശോകവന മധ്യത്തിലിരിക്കുന്ന ജാനകിയെ കണ്ടെത്തി. അവിടെ അനേകം രാക്ഷസികൾ സീതയെ ഭർഷിച്ചു കൊണ്ടിരുന്നു. രാവണൻ പലപ്പോഴും അവിടെ ചെന്ന് സീതയെ ഭീഷണിപ്പെടുത്തുകയും തൻ്റെ ഭാര്യയാകുവാൻ നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സീതയാകട്ടെ ശ്രീരാമനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. ശ്രീരാമൻ ഏൽപ്പിച്ചിരുന്ന അടയാളമോതിരം ഹനുമാൻ സീതയ്ക്ക് കൊടുത്തു. സകല വിവരങ്ങളും അറിയിച്ചു. ഹനുമാൻ പറഞ്ഞു, ഹേ മൈഥിലി, ഞാൻ ശ്രീരാമൻ്റെ ദൂതനാണ്. ഇനി അവിടുന്ന് ദുഃഖിക്കാതിരുന്നാലും ശ്രീരാമന് നൽകുന്നതിനു വേണ്ടി എന്തെങ്കിലും ഒരു അടയാളം തന്നാലും. ഹനുമാന്റെ പ്രാർത്ഥന കേട്ട സീത തൻ്റെ ചൂടാമണിയെടുത്ത് ഹനുമാനെ ഏൽപ്പിച്ചിട്ട് തന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ ശ്രീരാമനോട് പറയണമെന്ന് പറഞ്ഞയച്ചു. ഹനുമാൻ അവിടെ നിന്നും പുറപ്പെട്ട് ലങ്കയിലെ ഉദ്യാനങ്ങളെല്ലാം തല്ലിത്തകർത്ത് നശിപ്പിച്ചു. ഹനുമാനെ നേരിടാൻ വന്ന രാവണപുത്രനായ അക്ഷയകുമാരനെയും മറ്റനേകം രാക്ഷസന്മാരെയും വധിച്ച ശേഷം സ്വയം ബന്ധനസ്ഥനായി. രാവണപുത്രനായ മേഘനാഥൻ ഹനുമാനെ ബന്ധിച്ച് രാവണന്റെ മുൻപിൽ കൊണ്ടുചെന്നപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഹേ രാവണ, ഞാൻ രാമദൂതനാണ്. നീ ഉടൻ തന്നെ ജാനകിയെ ശ്രീരാമസന്നിധിയിലേക്ക് അയച്ചാൽ നിനക്ക് നന്മയുണ്ടാകും, അല്ലെങ്കിൽ നീ വംശത്തോടെ മരിക്കാൻ ഇടയാകും. ഇത് കേട്ട് കോപിഷ്ഠനായിത്തീർന്ന രാവണൻ ദൂതനെ വധിക്കുന്നത് ധർമ്മമല്ലെന്ന് നനച്ച് ഹനുമാനെ അപമാനിക്കാൻ അദ്ദേഹത്തിൻ്റെ വാലിന്മേൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് തീപിടിപ്പിച്ചു. അഗ്നി ആളിക്കത്താൻ തുടങ്ങിയപ്പോൾ ഹനുമാൻ ലങ്കാപുരിയിലെ സകല കെട്ടിടങ്ങളുടെയും മുകളിൽ കൂടി ചാടിക്കടന്ന് ആ പുരം ചാമ്പലാക്കി. വാനര ശിരോമണിയായ ഹനുമാൻ പോയ പോലെ തന്നെ കടൽ ചാടിക്കടന്ന് തൻ്റെ കൂട്ടുകാരോട് കൂടി ചേരുകയും ആഹ്ലാദത്തിമർപ്പോടെ മധുവനത്തിൽ കടന്ന് പഴങ്ങൾ പറിച്ചു തിന്ന് തൃപ്തനായി ശ്രീരാമൻ്റെ അടുത്ത് ചെന്നു ചേരുകയും ചെയ്തു.
താൻ ലങ്കയിൽ പ്രവേശിച്ചു സീതയെ കണ്ടതും ലങ്കാപുരി ചുട്ടുചാമ്പലാക്കിയതുമായ സകല വൃത്താന്തങ്ങളും ഹനുമാൻ ശ്രീരാമനെ അറിയിച്ചു. സീത നൽകിയ ചൂടാമണി അടയാളമായി നൽകി. പിന്നീട് ശ്രീരാമൻ ലക്ഷ്മണൻ, സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയവരോട് കൂടി ലങ്കാപുരി ആക്രമിക്കാൻ പുറപ്പെട്ടു. അവർ കടലിൽ ചിറകെട്ടി അതുവഴി ലങ്കയിൽ കടന്നു. ഈ സമയത്ത് രാവണ സഹോദരനായ വിഭീഷണൻ വന്ന് ശ്രീരാമനെ അഭയം പ്രാപിച്ചു. അവിടെ വെച്ചു തന്നെ വിഭീഷണനെ ലങ്കയുടെ രാജാവായി അഭിഷേകം ചെയ്തു. അനന്തരം നീലൻ, നളൻ, ധൂമൻ, ധൂമ്രാക്ഷൻ, വീരേന്ദ്രൻ, ജാംബവാൻ, മൈന്ദൻ, ദ്വിവിധൻ മുതലായ മഹാവാനരന്മാരുൾപ്പെടെ വാനര സൈന്യം ലങ്കയിൽ പ്രവേശിച്ചു. അവർ ലങ്കാപുരിയെ നശിപ്പിച്ചു. സകല രാക്ഷസന്മാരെയും സംഹരിച്ചു. ധീമ്രാക്ഷൻ വിദ്യുജ്ജിഹനെയും, ദേവാന്തകൻ നരാന്തകനെയും, മഹോദരൻ മഹാപാർശ്വനെയും, അതികായൻ മഹാബലനെയും, കുംഭൻ നികുംബനെയും, മത്തൻ മകരാക്ഷനെയും, അകമ്പനൻ പ്രഹസ്തനെയും, ഉന്മത്തൻ രാവണന്റെ അനുജനായ കുംഭകർണനെയും വധിച്ചു. ഇന്ദ്രജിത്തിനെ ലക്ഷ്മണനും രാവണനെ ശ്രീരാമനും വധിച്ച ശേഷം സീതയെ ശുദ്ധീകരിച്ച് തന്നോടുകൂടെ കൂട്ടി പുഷ്പക വിമാനത്തിൽ ഇരുത്തി പ്രമുഖരും ഭക്തരുമായ വാനരന്മാരോടൊത്ത് ശ്രീരാമൻ അയോധ്യാപുരയിൽ ചെന്നു ചേർന്നു. എന്നിട്ട് ഭരതനിൽ നിന്നും രാജ്യഭരണം ഏറ്റെടുത്ത് നടത്തി.